മാനിഫേഷർക്ക് ചാറ്റ് വിത്ത് യൂത്തൻസിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ജോഷി, കഴിഞ്ഞ 10-20 വർഷങ്ങളായി നമ്മൾ അനേകം പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തിയെ പോലെ ഒരാളെ ഇതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇല്ല. യെസ്, ഇന്ന് എന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാ വേദിയിലേക്ക് കടന്നു വരുന്നത് നമ്മളെല്ലാരും വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞിരുന്ന, ലോകത്ത് ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ, അതിലുമുപരിയായി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഈ വ്യക്തിയുടെ ജനിതക പൈതൃകം പേർന്നവരാണ് എന്നുള്ളതാണ്. അതെ, നമ്മുടെ എല്ലാവരുടെയും പൂർവികനാണ് ഈ വ്യക്തി. ആരാണ് ആ വ്യക്തി? അത് മറ്റാരുമല്ല, ഒരു മഹാപ്രളയത്തിൽ മാനവരാശിയെയും ജീവജാലങ്ങളെയും ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി രക്ഷിക്കുവാനായി ദൈവം നിയോഗിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിരിക്കുന്നതായ ശ്രീ നോഹ പ്രവാചകൻ. കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് CSI ചർച്ചിന്റെ പലഹാര പെരുന്നാളിലേക്ക് സ്വാഗതം. താങ്കളെ ഇവിടെ ലഭിച്ചത് നമ്മുടെ മഹാഭാഗ്യമാണ്. നന്ദി. ഇവിടെ വന്ന് നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം. എന്താണ് അങ്ങ് ഇപ്പോൾ ഭൂമി സന്ദർശിക്കുവാനുള്ള കാരണം? പണ്ട് ഭൂമി ഒരുപാട് അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു നിമിഷമേ. അങ്ങനെയാണ് ദൈവം ഒരു പ്രളയം മുഖാന്തരം ഈ ഭൂമിയെ ഇല്ലാതാക്കിയത്. പക്ഷെ ഇന്നത്തെ ഈ അതിക്രമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ അതിക്രമങ്ങളൊക്കെ എത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതേക്കുറിച്ച് പറയാനാണോ താങ്കൾ ഇവിടെ വന്നത്? അതെ, ഈ ലോകത്തിലെ ഇപ്പോഴത്തെ തിന്മകൾ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ നിന്നും പ്രവാചക ദൗത്യം എന്നോട് പറഞ്ഞു, വന്ന് നിങ്ങളെയൊക്കെ കാണാനും തിന്മകൾ വിട്ടകന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കേരളത്തിലും ഇതുപോലെ ഒരു വലിയ പ്രളയം ഉണ്ടായി. എത്ര ടൺ തുണികളാണെന്നോ ഞങ്ങൾ ഇവിടുന്ന് കയറ്റിവിട്ട് വിടാൻ തുടങ്ങിയത്. അതൊക്കെ നല്ല കാര്യമായിരിക്കാം. പക്ഷെ ആ പ്രളയം കൊണ്ട് ആളുകൾ എന്തെങ്കിലും പഠിച്ചോ എന്നതാണ് എന്റെ ഉത്കണ്ഠ. അതെ, അത് ശരിയാണ്. എല്ലാം പഴയ പടി പോലെ തന്നെ പോകുന്നു. സൺഡേ സ്കൂൾ മുതലേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായ ഒന്നാണ് നോഹയുടെ പെട്ടകം. ശരിക്കും അങ്ങുണ്ടാക്കിയ നോഹയുടെ പെട്ടകത്തെ കുറിച്ച് ഒന്ന് പറയാം. ദൈവം കൽപ്പിച്ചു, ഞാൻ ഉണ്ടാക്കി. അതിന്റെ നീളം, വീതി, പൊക്കം എല്ലാം അവിടുന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നു. അതൊക്കെയും മനസ്സിലാക്കുവാനുള്ള വിവേകവും എനിക്ക് തന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിൽ എത്ര മിടുമിടുക്കന്മാർ ആശാരിമാരുണ്ടായിരുന്നെന്നറിയൂ. അവരെ ഒന്നും എടുക്കാതെ ദൈവം എളിയവനായി എന്നെയാണ് തെരഞ്ഞെടുത്തത്. അന്ന് ആ പെട്ടകമുണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു ആളുകളുടെ പ്രതികരണം? അയ്യോ, ഒന്നും പറയണ്ട. ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിന്മാർ ആളെയും കൂട്ടി വന്നതാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. പ്രാന്താണെന്നും പറഞ്ഞേ. എന്നിട്ട് എന്താ, എന്റെ പിള്ളേരും വീട്ടുകാരും എന്റെ കൂടെ നിന്നു. എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് അവർ പറഞ്ഞു. സ്വന്തം കുടുംബം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ആള് മൊത്തം വന്നാലും ഒരു ചുക്കും സംഭവിക്കും. ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഭയം തോന്നിയിരുന്നോ? ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നല്ലാതെ ഞാൻ ചെയ്യുന്ന ജോലിയുടെ വലിപ്പത്തെ കുറിച്ചോ ഉത്തരവാദിത്തത്തെ കുറിച്ചോ ഒന്നും ഞാൻ ഓർത്തില്ല. ദൈവത്തെ അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു ചിന്തയും എന്റെ മുൻപിൽ ഇല്ലായിരുന്നു. ഒരു നിമിഷം, ഇപ്പോൾ നോഹ പ്രവാചകൻ വന്നതിനെ കുറിച്ച് പറയുവാനായി വെച്ചുചൂര പ്രവാസി അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവായ ശ്രീ അജീഷ് മാത്യു ലൈനിൽ ലഭിച്ചിട്ടുണ്ട്. ശ്രീ അജീഷ് മാത്യുവിന്റെ പ്രതികരണത്തിലേക്ക്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന മലയാളം എന്നൊരു നാടുണ്ട്. മരതകപ്പട്ടുടുത്ത് മാമലകൾക്കപ്പുറത്ത് മലയാളികൾ തിങ്ങി വസിക്കുന്ന കേരളം എന്നൊരു നാട്. ഈ ദേശത്തിലെ ഇളനീരിൻ കുളിരിലും പുന്നലിൻ മണത്തിലും ഒരു ദേശസംസ്കൃതിയുടെ ഉള്ളടരുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മലയാളികൾ എന്ന സമൂഹത്തെ കാണുവാൻ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നതിനാൽ അതിയായ സന്തോഷമുണ്ട്. ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ
അങ്ങയുടെ ഈ സന്ദർശനത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി 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 അജോഷ്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണെന്ന് തോന്നുന്നില്ലയോ? ശരിക്കും എനിക്കും അങ്ങനെ തോന്നി. പിന്നെ ഒരു പ്രസംഗമൊക്കെ ആകുമ്പോൾ അങ്ങനെ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, അതുപോലെ ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ ശരിക്കും അങ്ങേക്ക് പേടി തോന്നിയിരുന്നില്ല? പെട്ടകം ഉണ്ടാക്കിയത് ഞാനാണെന്നത് ശരിയാണ്. പക്ഷെ അതിന്റെ പ്ലാനും പദ്ധതിയും എല്ലാം ദൈവത്തിൻ്റെതായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടി തോന്നിയതേ ഇല്ല. അന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടകത്തിൽ കയറാതെ പലരും ബോട്ടുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷെ അതെല്ലാം മുങ്ങിപ്പോയി. എന്നാൽ ഈ പെട്ടകത്തെ ദൈവം ഒരു ചെറു പഴുതുകിൽ കൂടെ പോലും വെള്ളം കയറാതെ കാത്തു സൂക്ഷിച്ചു. എല്ലാ മഹത്വവും യഹോവയ്ക്ക്. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് ഞങ്ങളുടെ കേരളത്തിൽ ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ വന്ന ഒരു ഡയലോഗ് താങ്കളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഡയലോഗിലേക്ക് ഒന്ന് പോകാം. ഈ കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ പേടകം പോലെയാ. പാമ്പും പുലിയും കരടിയും മാനും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഒരു നയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇതെല്ലാം കൂടി കടിപിടി കൂടി അത് മുക്കുന്നുള്ളത് ഉറപ്പാ. അതാരാവ്? നിങ്ങളുടെ ഇടവകയിലെ ആരെങ്കിലും ആണോ? അല്ല നോമപ്രവാചക, അത് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറുകളായ ശ്രീ മോഹൻലാലും ഇന്നസെന്റുമാണ്. അത്ര ഇന്നസെന്റ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നസെന്റ് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പെട്ടകത്തിനുള്ളിൽ മൃഗങ്ങൾ പരസ്പരം കടിപിടി കൂടിയായിരുന്നോ? ദൈവം തിരഞ്ഞെടുത്ത മൃഗങ്ങളാണ് പെട്ടകത്തിൽ കയറിയത്. പിന്നെ എങ്ങനെയാണ് അവ കടിപിടി കൂടുന്നത്? ഇന്ന് കുടുംബങ്ങളിലുള്ള അത്ര കടിപിടി ഒന്നും അന്നില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നു ഇങ്ങനെ ഒരു പ്രളയവും ഒരു പെട്ടകവും ഒക്കെ ആയിരുന്നെങ്കിൽ അത് അങ്ങയുടെ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് അങ്ങയുടെ അഭിപ്രായം? പെട്ടകം ഉണ്ടാക്കുന്നതും മൃഗങ്ങളെ കയറ്റുന്നതും ഒക്കെ അന്നത്തേതിലും എളുപ്പമായിരിക്കാം ഇന്ന്. പക്ഷെ വീട്ടുകാരൻ പറഞ്ഞാൽ കൂടെ വരാൻ തയ്യാറായ ഒരു കുടുംബമുള്ള ഒരു നോഹയെ കണ്ടുകിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. മാത്രമല്ല, പെട്ടകം ഉണ്ടാക്കാൻ സമ്മതിക്കാതെ മക്കൾ നോഹയെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിൽ വിടാൻ സാധ്യതയുണ്ട്. അതെന്താ മോളെ ഈ വൃദ്ധസദനം? അതെ, അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു നിമിഷം, ഇന്നത്തെ കാലത്ത് നോഹയുടെ കൂടെ കയറാൻ മക്കൾ തയ്യാറാകില്ല എന്നാണ് നോഹ അഭിപ്രായപ്പെടുന്നത്. ഇതേക്കുറിച്ച് പ്രതികരിക്കുവാനായി ചൈൽഡ് വെൽഫെയർ ബോർഡിന്റെ പ്രസിഡന്റായ ശ്രീ ദീപക് തോമസ് നമ്മോട് കൂടെ ചേരുന്നു. സ്വാഗതം ദീപക്, പറയൂ, എന്താണ് ഇതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം? See, the problem is that we are not focused on the actual issue and we are just touching the peripherals. If you find a problem with the children, if you think there is a problem with the children, you should be able to point your fingers at the parents, no one else. അത് പകൽ പോലെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ബട്ട് എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു ചോദ്യം, മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ആക്ച്വലി ദിസ് വാസ് ഇൻ മൈ മൈൻഡ് ഫോർ ലോങ്. അതെ, what was the carpet area, the built-up area and the super built-up area of this ark? പെട്ടകത്തിന്റെ കാർപ്പറ്റ് ഏരിയയും ബിൽട്ടപ്പ് ഏരിയയും സൂപ്പർ ബിൽട്ടപ്പ് ഏരിയയും എത്രയായിരുന്നു? ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? അതെ, ഐ എം ഓൺലി തിങ്കിങ് അബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ ചിൽഡ്രൻ ഹിയർ. I want to know what the carpet area, the built-up area and the super built-up area of this ark is. Is it suitable for the children? ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ഞാൻ ആ പെട്ടകം പണിതത്. അതിന്റെ കണക്കുകളെല്ലാം വളരെ വ്യക്തമായി എഴുതിയൊരു ബുക്ക് എന്റെ കൈവശമുണ്ട്. പക്ഷെ ഈ യാത്രയിൽ ഞാൻ അത് എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം പറയാൻ എന്നെ കൊണ്ട് ഇപ്പൊ സാധ്യമല്ല. സോറി. താങ്ക് യു ദീപക്, താങ്കളുടെ പ്രതികരണത്തിനായി നന്ദി. ഇപ്പോൾ ഓൾ കേരള യൂത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റായ കരുത്തുറ്റ നേതാവ് ശ്രീ ജിബു ജേക്കബ് വർഗീസ് നോഹ പ്രവാചന ആശംസകൾ അറിയിക്കാനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശ്രീ ജിബുവിന്റെ പ്രതികരണത്തിലേക്ക്. നമസ്കാരം. അങ്ങേക്ക് കേരള യൂത്ത് ഫെഡറേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. എക്കാലത്തെയും യുവതയുടെ ഒരു പ്രചോദനമായിരുന്നു ഇദ്ദേഹം.
ഈ തളരാത്ത കൈകളും അടങ്ങാത്ത ആവേശവുമായി ഈ വാർദ്ധക്യമെന്നത് വെറും ഒരു വാക്ക് മാത്രമാണെന്ന് തെളിയിച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. എന്നെപ്പോലുള്ള യുവാക്കൾ പലപ്പോഴും ഈ ഊർജം ആവാഹിച്ചെടുത്തിരുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികളിൽ നിന്നാണ്. അതെ അതെ, ഇയാളെ കണ്ടിട്ട് ഒരു യുവാവാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ, അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതെ, ഈ കുവൈറ്റിലെ 40 വയസ്സ് വരെയുള്ളവരെ യുവാക്കളെ കണക്കാക്കണമെന്ന് നിയമമുള്ള അത് പൊതുയോഗം പാസ്സാക്കിയതാ കേട്ടോ. മിനിറ്റ്സിന്റെ കോപ്പി എന്റെ ഉണ്ട്, ഞാൻ എപ്പോഴും കൊണ്ടാണ് നടക്കുന്നത്. 40 വയസ്സ് വരെയുള്ള യുവാക്കളാണ് എന്ന കാര്യം ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി, അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. ലക്ക് ഓഫ് ബെസ്റ്റ് ഓഫ് ലക്ക്. നന്ദി ജിബു. നമ്മൾ അങ്ങനെ ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. പെട്ടകം പണിത നോഹയെ കുറിച്ച് വായിച്ചറിവ് മാത്രമേ നമുക്കുള്ളായിരുന്നു. ആ നോഹയെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് നോഹയുടെ പെട്ടകം നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് എന്തൊക്കെ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ച് അദ്ദേഹം നമ്മോട് വിവരിക്കുന്നതായിരിക്കും. ഒന്നാമതായി, നിങ്ങളുടെ ബോട്ട് നിങ്ങൾ മിസ്സാക്കരുത്. ബോട്ടിൽ കയറാൻ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം. 2, നിങ്ങളെ വിമർശിക്കാനായി മാത്രം ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുകയും അരുത്. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ പെട്ടകം ഉണ്ടാക്കുമായിരുന്നില്ല. 3, ജീവിതയാത്രയിൽ നിങ്ങളുടെ പങ്കാളിയെയും ഒപ്പം കൂട്ടുക. 4, നിങ്ങളുടെ മിടുക്കിലോ കഴിവിലോ അല്ല കാര്യം ഇരിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിക്ക് അടിമപ്പെടുന്നതിലാണ്. നിങ്ങളുടെ ആ ടൈറ്റാനിക് ഉണ്ടാക്കി മിടുക്കന്മാരായ എഞ്ചിനീയർമാരായിരുന്നല്ലോ. എന്നാൽ ഈ പെട്ടകം ഉണ്ടാക്കിയത് വയസ്സനായ ഞാനായിരുന്നു. പക്ഷെ അത് തകർന്നില്ല, കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്വർഗീയ ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം ഈ ഭൂമിയിൽ വരുവാനും സെന്റ് പീറ്റേഴ്സ് CSI കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുവാനും നല്ല മനസ്സ് കാണിച്ച ശ്രീ നോഹ പ്രവാചകനോടുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രവാചകനുമായി ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. ഇതിലും വലിയൊരു ബൈബിൾ പ്രവാചകനുമായി ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. ക്ഷമിക്കണം, അങ്ങേപോലെ വലിയ ഒരു പ്രവാചകനുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആക്ഷൻ. ഒന്നാമതായി, നിങ്ങളുടെ ബോട്ട് നിങ്ങൾ മിസ്സാക്കരുത്. ബോട്ടിൽ എന്നാൽ ഈ പെട്ടകത്തെ ദൈവം ഒരു ചെറു പഴുതുകളിൽ കൂടെ പോലും ആക്ഷൻ. ഒരു നിമിഷം, ഇപ്പോൾ നോഹ പ്രവാചകൻ വന്നതിനെ കുറിച്ച് പ്രതികരിക്കുവാനായി വെച്ചുച്ചിറ പ്രവാസി അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവായ ശ്രീ അജോഷ് ജോസഫ്. ചേച്ചി ഉറങ്ങല്ലേ? ആക്ഷൻ. സ്വർഗീയ ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം ഈ ഭൂമിയിൽ വരുവാനും സെന്റ് പീറ്റേഴ്സ് CSI കുടുംബാംഗങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും നല്ല മനസ്സ് കാണിച്ച നോഹ പ്രവാചകനോടുള്ള ഹൃദയംഗമായ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ ഇതിനും വലിയ ഒരു പ്രവാചകൻ